Hello everyone, welcome to CUET tutorial. Here a topic on quantitative aptitude number system. ഇന്ന് നമുക്ക് 10 തുടങ്ങിയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. First one, divisibility by 10. If the last digit of a number is 0, we can say that that number is divisible by 10. For example, 150 നോക്കുക. 150യുടെ last digit is 0. So we can say that 150 is divisible by 10. ഇനി 600. 600ന്റെ last digit is 0. So we can say that that number is divisible by 10. Next, divisibility by 11. ഇവിടെ sum of the digits at the odd places and sum of the digit at the even places ആദ്യം കാണുക. ഇനി അതിന്റെ ഡിഫറൻസ് നോക്കുക. ആ ഡിഫറൻസ് 0 or a multiple of 11 ആണെങ്കിൽ നമുക്ക് പറയാം that number is divisible by 11. For example, 1221. ഇവിടെ സം ഓഫ് ദ ഡിജിറ്റ് അറ്റ് ദ ഓഡ് പ്ലേസസ് എന്ന് പറയുന്നത് 1 plus 2 which is equal to 3. ഇനി സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ് ദ ഈവൻ പ്ലേസസ് എന്ന് പറയുന്നതും 2 plus 1 which is equal to 3. ഇനി 3 minus 3 എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് നമ്പർ 1221 is divisible by 11. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഇസ് 5907. ഇവിടെ ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 5 plus 0 which is equal to 5. ഇനി 9 plus 7 ഈവൻ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 9 plus 7 which is equal to 16. ഇനി 16 minus 5 is 11. 11 is a multiple of 11. So we can say that 5907 is divisible by 11. ഇനി നമുക്ക് divisibility by 12 ചെക്ക് ചെയ്യാം. Next is divisibility by 12. If a number is divisible by 4 and 3, we can say that that number is divisible by 12. 12 എന്ന് പറയുന്നത് നമുക്ക് കോപ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഇസ് 4 into 3. ഇനി നമുക്ക് ഈ നമ്പർ 384 എന്ന് പറയുന്ന നമ്പർ 4ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഇസ് ടേക്ക് ദ ലാസ്റ്റ് 2 digit ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ 4. നമുക്ക് റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 4. ഇവിടെ റിമൈൻഡർ 0 ആയിട്ട് കിട്ടി. സോ 384 ഇസ് divisible by 4. ഇനി 3യുടെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും? 3 plus 8 plus 4, that is 15. 15 is a multiple of 3. So we can say that 384 is divisible by 4 into 3, which is equal to 12. Next is divisibility by 13. അത് കാണാനായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കേസിൽ 182ന്റെ കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 into 4 ചെയ്യാം. 2 into 4 is 8. ഇനി ആഡ് വിത്ത് റിമൈനിങ് ഡിജിറ്റ്. റിമൈനിങ് ഡിജിറ്റ് ഏതാണ്? 18. 18 plus 8 എന്ന് പറയുന്നത് 26. സോ 26 എന്ന് പറയുന്നത് 13ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് നമ്പർ 182 is divisible by 13. Next, divisibility by 14. 14നെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ആ നമ്പേഴ്സ് കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ദാറ്റ് ഈസ് 14. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 14 ആസ് 7 into 2. ഇനി നമുക്ക് 7ൽ ഇത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 7ലെ ഡിവിസിബിലിറ്റി എങ്ങനെയാ ചെക്ക് ചെയ്യുക? Take the last digit. Last digit here is 8. Double the number. That is 8 into 2 is 16. 8 into 2 is 16. ഇനി 44 ന്ന് ബാക്കി റിമൈനിങ് ഡിജിറ്റ്സ് നമുക്ക് 16 മൈനസ് ചെയ്യാം. 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28 ആണ്. 28 എന്ന് പറയുന്നത് നമുക്കറിയാം 14ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 448 is divisible by 40.